നമസ്കാരം. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിൻ്റെ 20ാമത്തെ ദിവസത്തിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. അപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ ഒരു ഫീൽ ചെയ്ത് പറയാനായിട്ട് സാധിക്കാത്തവർക്ക് ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് കൂടിയാണിത്. അല്ലാത്തവരും ചെയ്യണം. നമ്മൾ എങ്ങനെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് ഭയങ്കര ഫീൽ ചെയ്തിട്ട് നമ്മളത് പറയുക എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. വെറുതെ അങ്ങനെ നമുക്ക് കൈയുള്ളതിന് നന്ദി, കാലുള്ളതിന് നന്ദിയും, എൻ്റെ ശരീരം നല്ല പോലെ പ്രവർത്തിക്കുന്നതിന് നന്ദി, എനിക്ക് പണമുള്ളതിന് നന്ദി, അങ്ങനെയൊന്നും വെറുതെ അങ്ങനെ തള്ളി അങ്ങനെ പറഞ്ഞ് കളയേണ്ട കാര്യമല്ല ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. നമുക്കത് മനസ്സിൽ നിന്ന് അത്രയ്ക്കും ഫീൽ ചെയ്ത് അത്രയും നന്ദി നമ്മുടെ ഉള്ളിൽ നിന്ന് തോന്നിക്കൊണ്ട് വേണം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയാനായിട്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള 10 കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് ആദ്യം തന്നെ തയ്യാറാക്കി വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ആദ്യത്തെ എടുക്കുക. ഇപ്പോൾ നല്ല ജോലിയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾ എന്ത് പറയുക? എനിക്ക് നല്ല ജോലി കിട്ടിയതിന് നന്ദി. എൻ്റെ ആ നല്ല ജോലിക്ക് ഞാൻ ആഗ്രഹിച്ചതുപോലെയുള്ള, ഞാൻ ആഗ്രഹിച്ച പൊസിഷനിലുള്ള, സാലറിയുള്ള ആ ജോലി കിട്ടിയതിന് ഞാൻ നന്ദി പറയുന്നു എന്ന് നല്ല പോലെ ഹൃദയത്തിൻ്റെ അവിടേക്ക് കൈ വെച്ചുകൊണ്ട് ഫീൽ ചെയ്ത് പറയുകയാണ് വേണ്ടത്. അത് നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾ മാത്രമല്ലല്ലോ സന്തോഷിക്കുന്നുണ്ടായിരിക്കുക. ആരെല്ലാമാണോ നിങ്ങളുടെ ഈ നല്ല ഒരു ഗുഡ് ന്യൂസ് കേട്ടപ്പോൾ, നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള ഈ ഒരു നല്ല കാര്യം കേട്ടപ്പോൾ ആരൊക്കെ സന്തോഷിച്ചിട്ടുണ്ടോ ആ സന്തോഷത്തെയൊക്കെ നിങ്ങൾ മനസ്സിൽ കാണുക. അവിടെ നിന്നിട്ട് അതിനങ്ങനെ അനുഭവിക്കുക. നിങ്ങൾക്ക് നല്ല ജോലി കിട്ടി എന്നുള്ളത് വീട്ടുകാരോട് വിളിച്ച് പറയുന്നതും, അപ്പോൾ അവിടെ നിന്ന് സന്തോഷത്തോടു കൂടി നിങ്ങൾക്ക് കിട്ടുന്ന അഭിനന്ദനങ്ങളും അവരുടെ സന്തോഷ പ്രകടനങ്ങളും എല്ലാം മനസ്സിൽ നല്ല പോലെ ഫീൽ ചെയ്തുകൊണ്ട് താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു ദൈവമേ എന്ന് നിങ്ങൾ പറയുക. പിന്നെ രണ്ടാമത്തെ കാര്യം എടുക്കുക. ഇപ്പോൾ നല്ലൊരു വീടാണെങ്കിൽ ആ വീട് കിട്ടിയതിന് നിങ്ങൾ നന്ദി പറയുക. വീട് പണിയാനുള്ള പണം കിട്ടിയതിന്, ആ വീട്ടിലെ ആ നല്ല റൂമിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഉണ്ടായിരുന്ന ആ ബെഡ്റൂമിൽ നിങ്ങൾ കിടക്കുമ്പോഴുള്ള ആ ഫീലിംഗ് നിങ്ങൾ അനുഭവിക്കുക. കിച്ചണിൽ വർക്ക് ചെയ്യുമ്പോഴുള്ളതും, ഡൈനിങ് ഹാളിലിരിക്കുമ്പോഴും, ലിവിങ് ഹാളിലിരിക്കുമ്പോഴൊക്കെയുള്ള ആ ഫീലിങ്ങിന് നിങ്ങൾ അനുഭവിക്കുക. നിങ്ങളുടെ നല്ല ഫ്രിഡ്ജ്, AC, ഫാൻ ഇതൊക്കെ വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖത്തെ നിങ്ങൾ ശരിക്കും ഒന്ന് അനുഭവിക്കുകയാണ് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ ഒരു ഫോറിൻ ട്രിപ്പ് പോകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അപ്പോൾ നിങ്ങൾ ആ ഫ്ലൈറ്റിൽ കയറുന്നതും എയർപോർട്ടിലുള്ളതും ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോഴുള്ള സന്തോഷം മുതൽ നിങ്ങൾ ആ യാത്ര ഇവിടെ നിന്ന് എയർപോർട്ടിലേക്ക് എത്തുമ്പോഴുള്ള ആ യാത്രയും നിങ്ങൾ മനസ്സിൽ കാണുക. അപ്പോൾ നിങ്ങളുടെ കൂടെയുള്ളവരുടെ സംസാരത്തെയൊക്കെ നിങ്ങളൊന്ന് മനസ്സിൽ കാണുക. എന്നിട്ട് അവിടെ ഫ്ലൈറ്റിൽ കയറിയതും ഇതെല്ലാം നിങ്ങൾ നല്ല പോലെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്ത് ഫീൽ ചെയ്ത് ഇതെല്ലാം എനിക്ക് ലഭിച്ചതിന് യൂണിവേഴ്സ്, എൻ്റെ ദൈവമേ, എനിക്ക് നന്ദി എന്ന് നിങ്ങൾ പറയുക. ഇങ്ങനെയാണ് നിങ്ങൾ ഫീൽ ചെയ്തിട്ട് നന്ദി പറയേണ്ടത്. അത് നടന്ന കാര്യത്തിനാണെങ്കിലും ഇനി അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ ഇങ്ങനെയാണ് നിങ്ങൾ ഫീൽ ചെയ്തിട്ട് നന്ദി പറയേണ്ടത്. ആ സമയത്തൊക്കെ നിങ്ങൾ നല്ലൊരു വൈബ്രേഷനിലായിരിക്കും ഇരിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ നമ്മുടെ വൈബ്രേഷനെ നമ്മൾക്ക് ഉയർത്താനായിട്ടും ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസുകൾ നമ്മളെ വളരെയധികം സഹായിക്കും. അപ്പോൾ ഓരോ ദിവസത്തെ പ്രാക്ടീസും മുടങ്ങാതെ ചെയ്യുക.